ഹായ്. ഞാനേ അവറാൻ്റെ പെണ്ണുമ്പിള്ള അവറാൻ ഇട്ടേച്ച് പോയ എന്താണെന്നുള്ളൊരു കുഞ്ഞു കഥ പറഞ്ഞുതരാം. ഈ അവറാൻ പള്ളിയിൽ ഒരു പാട്ടുകാരനായിരുന്നു. പുള്ളി കുറേ ഏജിലൊക്കെ ആയിരുന്നു. പുള്ളി പെസഹായൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ഭക്തി മൂത്ത് ഈ പള്ളിക്കാരെല്ലാവരും കൂടെ കൂടിയിട്ട് പുള്ളീനെ പെണ്ണ് കെട്ടിച്ചു. അങ്ങനെ പുള്ളി ഓക്കെ എല്ലാം കഴിഞ്ഞ് ഈ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ കേൾക്കുന്നതെന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ അവറാൻ്റെ പെണ്ണുമ്പിള്ള ആദ്യ രാത്രി തന്നെ അവറാൻ ഇട്ടേച്ച് പോയെന്നാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര ഷോക്കായി. കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ ചെന്നു. അവറാനടുത്ത് ചോദിച്ചു, എടാ നീ എന്നാ കാണിച്ചിട്ടാണ് ഈ പെണ്ണുമ്പിള്ള ഇട്ടേച്ച് പോയെന്ന് ചോദിച്ചു. അപ്പോൾ അവറാൻ പറഞ്ഞു, എടാ ഇവിടെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭക്തിഗാനം പാടിയത്, അത് കേട്ടൊരു പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് പുള്ളിക്കാരിക്ക് പോകാൻ കാരണം. അപ്പോൾ ഞങ്ങൾ ഭക്തിഗാനം പാടിയിട്ട് മറ്റേ ഒരു കുടുംബജീവിതം ഇല്ലാണ്ടായി പോവും. അപ്പോൾ ചോദിച്ചു, എന്നാ പാട്ടാ ഇയാൾ പാടിയേ? അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ പെസഹായൊക്കെ കഴിഞ്ഞ് നിൽക്കില്ലായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടാണ്. പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. അത് രാത്രി പാടാൻ പറ്റിയ പാട്ടല്ലായിരുന്നു. അത് കേട്ടാൽ പെണ്ണുപിള്ള ആ പാനപാത്രം പുള്ളിക്കാരത്തി അങ്ങ് എടുത്ത് മാറ്റി, പുള്ളിക്കാരത്തി ഇട്ടിച്ച് പോയി. ഇപ്പോൾ പുള്ളി പാട്ടൊക്കെ നിർത്തി. ഇപ്പോൾ ഈ കല്യാണം കഴിക്കാനുള്ള യുവാക്കൾക്ക് മറ്റേ ക്ലാസ് എടുക്കുന്ന പരിപാടിയാണ്. അതായത് ആദ്യ രാത്രിയിൽ എന്ത് പറയണം, എന്ത് പറയരുത്, ഏത് പാട്ട് പാടണം, ഏത് പാട്ട് പാടരുത്. ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ പാട്ട് പാടാൻ പറയുകയാണെങ്കിലേ നിങ്ങൾ ആദ്യ രാത്രി കഴിഞ്ഞിട്ട് പാടിയാൽ മതി. എന്തിനാണ് മറ്റൊരു അവറാനുണ്ടാവുന്നത്? ശരിയല്ലേ?